ഹായ് എല്ലാവർക്കും ശ്രീലക്ഷ്മി സുനീഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഒന്ന് വൈകിട്ട് ചോറല്ല കേട്ടോ, പുട്ട് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഒരു കുറ്റി ഞാൻ വേവിച്ച് കഴിഞ്ഞു, അടുത്തത് വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുപ്പിലാണ്. കാണിച്ചു തരാം. കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ പുട്ട് രണ്ടാമത് വെച്ചിട്ടുണ്ട്. ഒരു ട്രിപ്പും കൂടി ഉണ്ടാക്കണം. പിന്നെ ഇന്നൊരു ഉഷാറ് വന്നിട്ടുണ്ട്. പനിയൊക്കെ ആയിരുന്നു, കുറച്ചൊക്കെ ഒന്ന് ലെവലായി വന്നിട്ടുണ്ട്. ശ്രീലക്ഷ്മി എന്തോ കവിയത്രീനെ എന്തോ വരയ്ക്കണം എന്നൊക്കെ പറഞ്ഞ സ്കൂളിൽ അത് സുഗതകുമാരി ടീച്ചറെ വരയ്ക്കുകയായിരുന്നു. പറഞ്ഞു ഞാൻ വരച്ച് കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം ഗൈസ്. വരൂ. ഇത് ഞാൻ വരച്ചതാട്ടോ. സ്കൂളിലേക്ക് ടീച്ചർ വരച്ചു കൊണ്ടുവരാൻ പറഞ്ഞതാണ്. പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം? സുഖമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ വൈകുന്നേരത്ത് ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഇങ്ങനെ ആലോചിച്ചു, എന്താ ഇപ്പോൾ എന്തിൻ്റെ വീഡിയോ ഇപ്പോൾ എടുക്കുകയെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ പുട്ട് പുഴുങ്ങണ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ശ്രീനോട് പുട്ടുണ്ടാക്കല്ലേ ചോദിച്ചു. അതേ അമ്മയെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പുട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് വെന്തിട്ടില്ല, ആവി വരാനിരിക്കുന്നേ ഉള്ളൂ. ഒരു ട്രിപ്പ് ഉണ്ടാക്കി, ഒരു ട്രിപ്പും കൂടെ ഉണ്ടാക്കാണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അത് കഴിക്കണം. പപ്പടം ഉണ്ട്, കറിയൊന്നുമില്ല. കടല വെള്ളത്തിലിട്ടിട്ടില്ല, കാരണം അത് ഉണ്ടാക്കണം എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് പപ്പടം കണ്ടപ്പോൾ പുട്ടുണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹം, അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പനി കാരണം ഒന്നിനും വയ്യുന്നില്ല. അപ്പം ഒന്നും വലിയൊരു ഉഷാറായിട്ടില്ല, എന്നാൽ ചെറുതായിട്ട് ഒക്കെ ഒന്ന് ഉഷാറായി വരുന്നുണ്ട്. ഒച്ചയൊക്കെ അടച്ചിരിക്കുകയാണ്. ഇനി ഒന്നും കൂടെയൊക്കെ ക്ലിയർ ആവാണ്ട്. ഇനി പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യമല്ല, അതിൻ്റെ മുന്നത്തെ പ്രാവശ്യം ഇതുപോലെ വീഡിയോ ഇട്ടിട്ട് ഞങ്ങൾക്ക് 13 കമൻ്റൊക്കെ വന്നു. സാധാരണ ഞങ്ങൾക്ക് അങ്ങനെ വരാറില്ല, എന്നാലും എന്താണെന്നറിയില്ല, ഒരു 13 കമൻറ്റ്. ആദ്യം 12 കമൻ്റാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇന്നലെ തോന്നുന്നുണ്ട് ഒരു കമൻറ്റും കൂടെ വന്നു. ഞാൻ ഇപ്പോൾ അടിച്ചിട്ടത്, ഹായ് പറയേണ്ടവർ താഴെ കമൻറ്റ് ബോക്സിൽ പേരയക്കാം. എന്നെ ഇഷ്ടമുള്ളവർ ഹായ് പറയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പേരയക്കാം കേട്ടോ. അപ്പോൾ അതിൽ ഒരാൾ പറഞ്ഞു, ഹായ് ശ്രീ, ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്തു, ഒരുപാട് ഇഷ്ടപ്പെട്ടു, അമ്മയ്ക്ക് പനിയൊക്കെ മാറട്ടെ എന്നൊക്കെ പറഞ്ഞു കുറേ കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തു. എപ്പോഴും കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ വേറൊരു വലിയ സന്തോഷമൊക്കെ ആയി പറഞ്ഞു. പിന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു. ഞങ്ങൾക്കിപ്പോൾ 177 അല്ലേ? 177 സബ്സ്ക്രൈബേഴ്സായി. ഇപ്പം എത്രയെന്ന് അറിയില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംഖ്യകൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. വലിയ സന്തോഷമാണ്, കാരണം ഞങ്ങൾക്ക് സബ്സ്ക്രൈബർ കൂടണമെങ്കിൽ നിങ്ങളൊക്കെ ഞങ്ങളെ വീഡിയോസ് കാണണം. നിങ്ങളെ സപ്പോർട്ട് വേണം ഞങ്ങൾക്ക്. വലിയൊരു ചാനലൊന്നും ആയി മാറിയിട്ടില്ല. പിന്നെ എപ്പോഴും വീഡിയോ ഇടാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ട്. പിന്നെ
പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോ ഇടാനൊന്നും വയ്യാതിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് ഉഷാറായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇട്ടതാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾക്കൊരു വീട് ഉണ്ടാക്കണം എന്നുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും എല്ലാവരും പറഞ്ഞു ഇങ്ങനെ ചാനലൊക്കെ തുടങ്ങി നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിലൂടെ ഒരു വരുമാനം കിട്ടുകയാണെങ്കിൽ വീട് വയ്ക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ തുടങ്ങിയതാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. അമ്മയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. അമ്മ സുഖമായി വരാൻ വേണ്ടിയിട്ട്. അമ്മേൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഒരാൾ അയച്ചിട്ടുണ്ട് അയ്യോ പാവം എന്നൊക്കെ പറഞ്ഞ്. കുറേ ആൾക്കാർ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ ഇങ്ങനെ തൊഴുത് നിൽക്കണ സ്റ്റിക്കർ വരെ അയച്ചിട്ടുണ്ടായിരുന്നു. ആ കമൻ്റ് അയച്ച എല്ലാവർക്കും നന്ദി. പക്ഷെ ഇങ്ങനത്തെ ഒരു വീഡിയോയിൽ ഇങ്ങനെ പറയുന്നത് ഞാൻ ഒരിക്കലും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇടയിൽ കയറി വന്നിട്ടുണ്ട് എൻ്റെ അമ്മോ. കമൻറ്റുകൾ ഇങ്ങോട്ട് അയച്ചിട്ട് അതിൻ്റെ പിറ്റേന്നാണ് ഒരു കമൻറ്റ് വന്നത്. ഇങ്ങനെ 2 ലൈക്ക് ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ ഓക്കെ ഞാൻ കണ്ടു എന്നുള്ളത് ഓലോട് പറഞ്ഞു. ഈ ഇപ്പോൾ ലാസ്റ്റ് വന്ന കമൻറ്റിൻ്റെ നേരെ ചോട്ടിലാണ് ഞാൻ ഹായ് പറയാണ്ടവർ അതൊക്കെ അടിച്ചിട്ടത്. വലിയ സന്തോഷമായി. ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളിങ്ങനെ വിചാരിച്ചു ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ഒന്നുമില്ല, ഞങ്ങളിടുന്ന വീഡിയോസ് ശരിയല്ലേ, ഞങ്ങൾക്ക് ശരിക്കും അങ്ങനെ ചെയ്യാമെന്നൊന്നും അറിയില്ല, ഞങ്ങൾ ചെയ്യുന്നതൊക്കെ നല്ല വഴിക്കാവണുണ്ടോയെന്നും അറിയില്ല. ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾക്ക് ഇത്രയൊക്കെ അറിയുള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തണം. ശരിയായിട്ടില്ലെങ്കിൽ ഞങ്ങളെ അറിവിനാലെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞാൻ പുട്ട് പുഴുങ്ങാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നോക്കട്ടെ. പൂച്ച ഒട്ടുമ്പുറത്തുണ്ടായിരുന്നു കേട്ടോ, അതിനാട്ടിയതെന്ന് വേറെ ഒന്നും വിചാരിക്കരുത്. അമ്മ വരച്ചാല് എഴുതിത്താ പേര്. വരച്ചാല് സുഗതകുമാരി എന്ന് എത്ര പേരുകൾ. ചിലർ വിചാരിക്കും എൻ്റെ പേരാണ് സുഗതകുമാരി. അതിൻ്റെ അടിയിൽ എൻ്റെ പേരാണ് എഴുതേണ്ടത്. സുഗതകുമാരി ഞാൻ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അടിയിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി ഈ അടിവര ഇട്ടതിൻ്റെ നേരെ താഴത്ത് പേരെഴുതണം. അത് അമ്മേനെ കൊണ്ട് എഴുതി ഒപ്പിടിപ്പിക്കണം. എൻ്റെ ഒപ്പ് വേണം. അത് വരച്ചത് ആരാന്നുള്ളതിന് സൈഡിൽ ഒപ്പ് വേണം എൻ്റെത്.